ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലഖ്പതി ദീദിമാർ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സ്ത്രീ സ്വാതന്ത്ര്യവും അന്തസ്സും ആത്മവിശ്വാസവും ഇവരിലൂടെ പ്രതിഫലിക്കപ്പെടുന്നുവെന്നും ഉപരാഷ്ട്രപതി. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും വിവിധ മേഖലകളിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിർമ്മിത ബുദ്ധിയുടെ സുരക്ഷിതവും ഉത്തരവാദിത്തത്തോടെയുമുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനായി ഇന്ത്യ AI ഗവേണൻസ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി IT മന്ത്രാലയം. തദ്ദേശ തിരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർമാർക്ക് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശം. AIFF സൂപ്പർ കപ്പ് ഫുട്ബോളിൽ മുഹമ്മദൻ എസിക്കെതിരെ ഗോകുലം കേരളയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ലഖ്പതി ദീദിമാർ വനിതകളുടെ ശാക്തീകരണത്തിനും സ്വയം പര്യാപ്തതയ്ക്കും മികവിനും ഉത്തമ ഉദാഹരണമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഛത്തീസ്ഗഡിലെ രാജ്നാന്ദഗാവിൽ ലഖ്പതി ദീദിമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ വനിതകളുടെ ശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമാണ് ലഖ്പതി ദീദിമാർ. ഇവർ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്നു. സ്ത്രീ സ്വാതന്ത്ര്യവും അന്തസ്സും ആത്മവിശ്വാസവും ഇതിലൂടെ പ്രതിഫലിക്കപ്പെടുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഛത്തീസ്ഗഡ് സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നവറായ്പൂരിൽ വ്യോമസേനയുടെ സൂര്യകിരൺ വ്യോമാഭ്യാസ സംഘത്തിന്റെ എയർ ഷോ വീക്ഷിച്ചു. ഛത്തീസ്ഗഡ് സംസ്ഥാന രൂപീകരണത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് വ്യോമാഭ്യാസം നടത്തിയത്. ഗവർണർ രമൺ ദേഖ, മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായ്, മറ്റ് പ്രമുഖർ തുടങ്ങിയവർ വ്യോമാഭ്യാസം കാണാനെത്തി. പരിപാടി കാണാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ആകെയുള്ള 45,341 പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തി. വനിതകൾ നിയന്ത്രിക്കുന്ന 926 പോളിംഗ് ബൂത്തുകളും അംഗപരിമിതർ നിയന്ത്രിക്കുന്ന 107 ബൂത്തുകളും സജ്ജമാക്കി. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. സുരക്ഷ മുൻനിർത്തി ചില ബൂത്തുകളിൽ വൈകിട്ട് 5-ന് വോട്ടെടുപ്പ് അവസാനിക്കും. 122 വനിതകൾ ഉൾപ്പെടെ 1314 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നത്. 3.75 കോടിയിലേറെ സമ്മതിദായകരുണ്ട്. ബീഹാറിൽ നാളെ ജനവിധി തേടുന്നവരിൽ ഉപമുഖ്യമന്ത്രിമാരായ സമ്രാജ് ചൌധരി, വിജയ്കുമാർ സിൻഹ എന്നിവർ ഉൾപ്പെടുന്നു. BJP സ്ഥാനാർത്ഥികളാണിവർ. 16 മന്ത്രിമാരാണ് ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നത്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി പ്രസാദ് യാദവും ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു. ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റിനായി 25 ലക്ഷത്തിലധികം പേർ ആധാർ അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സംവിധാനം ഉപയോഗപ്പെടുത്തിയതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന 4ാമത് ദേശീയ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം അവസാനം വരെ ക്യാമ്പയിൻ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും വിവിധ മേഖലകളിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂസിലൻഡുമായുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്ലൻഡിൽ ന്യൂസിലൻഡ് വ്യാപാര മന്ത്രി ടോഡ് മക്ലെയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സമുദ്രം, ബഹിരാകാശം, പ്രതിരോധം, വിദ്യാഭ്യാസം, കായികം, ടൂറിസം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ പ്രവാസികൾ നിർണായക പങ്കുവഹിക്കുന്നതായും ശ്രീ ഗോയൽ വ്യക്തമാക്കി. A potential free trade agreement with New Zealand will not only strengthen our trade and investment ties, but will give a big message to the world that New Zealand and India have come closer together for a better future for the people, providing new opportunities of business, adding to the economic development of both nations, and for both of us, inclusive and sustainable development is at the core of our philosophy. നിർമ്മിത ബുദ്ധിയുടെ സുരക്ഷിതവും ഉത്തരവാദിത്തത്തോടെയുമുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ AI ഗവേണൻസ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര IT മന്ത്രാലയം. മന്ത്രാലയ സെക്രട്ടറി S. കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ
കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫസർ അജയ് കുമാർ സൂദാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രിത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും സുതാര്യമായ AI പരീക്ഷണാന്തരീക്ഷം ഒരുക്കുകയുമാണ് മാർഗനിർദ്ദേശങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ അജയ് സൂദ് പറഞ്ഞു. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ വോട്ട് മോഷണം ആരോപിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിമർശിച്ചു. വോട്ടർ പട്ടികയിൽ തർക്കമുണ്ടെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിപ്പെടണമെന്ന് മന്ത്രി പറഞ്ഞു. നേരത്തെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപക കൃത്രിമം നടന്നതായി കോൺഗ്രസും ശ്രീ രാഹുൽ ഗാന്ധിയും ആരോപിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കവെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം മംഗോളിയയിലെ ഉലൻ ബോട്ടറിൽ ഇറക്കിയ എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാരെയും ജീവനക്കാരെയും ഇന്ത്യയിലെത്തിച്ചു. ഇന്ന് രാവിലെയാണ് വിമാനം ഡൽഹിയിൽ ഇറങ്ങിയത്. വേണ്ട സഹായം നൽകിയ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റിനും ബന്ധപ്പെട്ട മറ്റുള്ളവർക്കും എയർ ഇന്ത്യ നന്ദി അറിയിച്ചു. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ദൃഢമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 8ാമത് ഇന്ത്യ ജപ്പാൻ ഇന്തോ പസഫിക് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഊർജ്ജം, നിർമ്മിത ബുദ്ധി, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിലെ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. The India-Japan partnership must focus on leveraging our strengths, bolstering our supply chains, and investing in artificial intelligence, semiconductors, critical minerals, clean energy, and space. As two major democracies and maritime nations, India and Japan have a larger responsibility towards the Indo-Pacific. The Indo-Pacific Oceans Initiative, where Japan co-leads the maritime trade, transport, and connectivity pillar, has the potential to advance our contributions. തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ നിർദ്ദേശം നൽകി. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കറുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗത്തിലാണ് കമ്മീഷണറുടെ നിർദ്ദേശം. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾക്ക് തടസ്സമുണ്ടാകാത്ത രീതിയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ജില്ലാ കളക്ടർമാരോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട വിഭാഗം ജീവനക്കാരെ ഒഴിവാക്കി മറ്റ് ജീവനക്കാരെ ജില്ലാ കളക്ടർമാർക്ക് BLOമാരായി നിയമിക്കുന്നതിന് തടസ്സമൊന്നുമില്ലെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ യോഗത്തിൽ പറഞ്ഞു. 2 പ്രക്രിയകളും തടസ്സം കൂടാതെ നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ജില്ലാതലത്തിൽ സ്വീകരിക്കുമെന്ന് കളക്ടർമാർ യോഗത്തിൽ അറിയിച്ചു. കേരളത്തിൽ തീവ്ര പരിശോധന വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനം. യോഗത്തിൽ പങ്കെടുത്ത BJP ഒഴികെയുള്ള കക്ഷികൾ സർക്കാർ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ SIR ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശം തേടുമെന്നും മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലവിലിരിക്കെ 2002 പട്ടിക അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നീക്കം അശാസ്ത്രീയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. AIFF സൂപ്പർ കപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് സിയിൽ മുഹമ്മദ് നസിക്കെതിരെ ഗോകുലം കേരളയ്ക്ക് ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ഗോകുലത്തിന്റെ ജയം. ഇന്നത്തെ 2ാം മത്സരം ബംഗളൂരു FCയും പഞ്ചാബ് FCയും തമ്മിലാണ്. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ 4ാം മത്സരം നാളെ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 ക്വീൻസ്ലാൻഡിലെ കരാര സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു ടീമുകളും പരമ്പരയിൽ ഓരോ മത്സരം വീതം വിജയിച്ചിട്ടുണ്ട്. പരമ്പരയിലെ ഫൈനൽ മത്സരം ഈ മാസം 8 ബ്രിസ്ബനിൽ നടക്കും. GST ബജറ്റ് ഉത്സവ് നാഗാലാൻഡിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയതായി വിലയിരുത്തൽ. സമീപകാല GST പരിഷ്കാരങ്ങൾ സംസ്ഥാനത്തെ ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ എന്നിവ ഉൾപ്പെടുന്ന നാഗാലാൻഡിലെ ടൂറിസം മേഖലയ്ക്ക് കരുത്തേകി. നാഗാലാൻഡിന്റെ തനതായ കാപ്പി ബ്രാൻഡിനും കർഷകർക്കും MSMEകൾക്കും കരകൌശല വിദഗ്ധർക്കും പുതുതലമുറ GST പരിഷ്കാരങ്ങൾ ഏറെ ഗുണം ചെയ്തതായും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലഖ്പതി ദീദിമാർ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സ്ത്രീ സ്വാതന്ത്ര്യവും അന്തസ്സും ആത്മവിശ്വാസവും ഇവരിലൂടെ പ്രതിഫലിക്കപ്പെടുന്നുവെന്നും ഉപരാഷ്ട്രപതി. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും വിവിധ മേഖലകളിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിർമ്മിത ബുദ്ധിയുടെ സുരക്ഷിതവും ഉത്തരവാദിത്തത്തോടെയുമുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ AI ഗവേണൻസ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി IT മന്ത്രാലയം.
തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർമാർക്ക് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശം. AIFF സൂപ്പർ കപ്പ് ഫുട്ബോളിൽ മുഹമ്മദ് നസിക്കെതിരെ ഗോകുലം കേരളയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.